വെൽക്കം ബാക്ക് ടു ദ കാപ്പി കോർണർ. പരിവാർ എന്ന് പറയുന്ന സിനിമ ആമസോൺ പ്രൈമിൽ OTT സ്ട്രീമിംഗ് ആരംഭിച്ചിട്ടുണ്ട്. അപ്പം സിനിമ കണ്ടിട്ട് സിനിമയുടെ അഭിപ്രായമാണ് ഈ വീഡിയോയിലൂടെ ഞാൻ ഷെയർ ചെയ്യുന്നത്. അപ്പം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാലോ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ എന്തെങ്കിലും അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റായിട്ടൊന്ന് രേഖപ്പെടുത്തിയേക്കുക. ഇത് സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത് ഉത്സവ് രാജീവും ഫഹദ് നന്ദുവും ചേർന്നിട്ടാണ് സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത്. കഥയും തിരക്കഥയും അവരുടെ തന്നെയാണ്. പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് സജീവ് PKയും ആനി സജീവും കൂടെ ചേർന്നിട്ടാണ്. സിനിമാറ്റോഗ്രാഫി അൽഫാസ് ജഹാംഗീർ, എഡിറ്റിംഗ് ചെയ്തിരിക്കുന്നത് VS വിശാൽ, മ്യൂസിക് ബിജുപാലിൻ്റെ മ്യൂസിക്കാണ് ഇതിൽ ഉള്ളത്. ഇതിൽ അഭിനയിച്ചിരിക്കുന്നത് നമ്മുടെ ജഗദീഷ് ചേട്ടനും ഇന്ദ്രൻ ചേട്ടനും അതുപോലെ അലക്സാണ്ടർ പ്രശാന്തും ഇവരാണ് പ്രധാന കഥാപാത്രങ്ങളായിട്ട് ഈ സിനിമയിൽ വരുന്നത്. ഇത് കൂടാതെ ഇദ്ദേഹത്തിൻ്റെ അനിയനായിട്ട് വരുന്നൊരു പുള്ളിയുണ്ട്. പുള്ളിയുടെ പേര് എനിക്കറിയില്ല, അത്ര തിട്ടമില്ല പുള്ളിയുടെ പേരെന്താണെന്നുള്ളത്. അതുപോലെ കുറച്ചധികം ഒരുപാട് ക്യാരക്ടേഴ്സ് ഉണ്ട്. നമ്മുടെ തമിഴിലൊക്കെ വരുന്ന നമ്മുടെ വില്ലനായിട്ടൊക്കെയും അതുപോലെ ഇടയ്ക്ക് കോമഡി ട്രാക്കിലോട്ടൊക്കെ മാറിയ നമ്മുടെ മൊട്ട രാജേന്ദ്രനും ഇതിലൊരു പ്രധാന കഥാപാത്രമായിട്ട് വരുന്നുണ്ട്. വളരെ മനോഹരമായിട്ടൊരു കുഞ്ഞു സിനിമയാണ് കേട്ടോ. ഒരുപാട് അങ്ങ് ചിരിക്കാനുണ്ടെന്നൊന്നും ഞാൻ പറയില്ല. അത്യാവശ്യം തുടക്കം മുതൽ ഒടുക്കം വരെ ചിരിച്ചു മണ്ണ് കപ്പുന്ന അത്തരത്തിലുള്ള സ്റ്റോറിയൊന്നുമല്ല. വളരെ സിമ്പിളായിട്ട് എടുത്തിരിക്കുന്ന, വളരെ ലൈറ്റ് ഹാർട്ടഡായിട്ട് എടുത്തിരിക്കുന്ന ഒരു അടിപൊളി ഫീൽ ഗുഡ് ഫിലിം എന്ന് വേണമെങ്കിൽ പറയാം. ഇതൊരു ഒരു അച്ഛൻ അസുഖം കൂടി മരണക്കിടക്കയിൽ കിടക്കുന്ന അച്ഛനെ കാണാൻ വരുന്ന മക്കളും മക്കൾ അദ്ദേഹത്തിന് മരണപ്പെട്ട് കഴിയുമ്പോൾ മാത്രം കൈമാറാൻ കഴിയുന്നൊരു മോതിരവും കണ്ടുള്ള അവരുടെ ആ മോതിരം ആര് കൈപ്പറ്റണം എന്നുള്ള ചർച്ചകളും കാര്യങ്ങളൊക്കെ ആയിട്ട് വരുന്ന ഒരു മനോഹരമായൊരു സിനിമയാണ്. ഇത്തരത്തിലുള്ള സിനിമകൾ, ഇത്തരത്തിലുള്ള കഥകൾ നമ്മൾ മുന്നേ കണ്ടിട്ടുണ്ട്. തമിഴിലൊക്കെ ഒരുപാട് സിനിമകൾ, എനിക്ക് തോന്നുന്നു ഒരു സിനിമയിലൊരു സ്ത്രീയുടെ കമ്മൽ ആരോ അടിച്ചുകൊണ്ട് പോകുന്നതൊക്കെ, മരണപ്പെട്ട് കിടക്കുമ്പോൾ അവരുടെ കമ്മൽ അടിച്ചുകൊണ്ട് പോകുന്നതൊക്കെ ഒരു ഫിലിം ഉണ്ടായിരുന്നു തമിഴ്. സിനിമയുടെ പേര് ഞാൻ പറഞ്ഞു, അത്യാവശ്യം നല്ലൊരു സിനിമയായിരുന്നു. അതുപോലെ ഇതും അത്യാവശ്യം നല്ല രീതിയിൽ കണ്ടിരിക്കാൻ പറ്റുന്ന, ഒട്ടും ബോറടിക്കാതെ കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു സിനിമ. ഒരുപാടങ്ങ് ചിരിച്ചു മറിയാനും കാര്യങ്ങളൊന്നുമില്ല. വളരെ ബോറടിക്കാതെ ഇരുന്ന് കാണാൻ പറ്റുന്നൊരു സിനിമ. പെർഫോമൻസ് വൈസ് വരുവാണെങ്കിൽ ഈ ജഗദീഷ് ചേട്ടനായാലും ഇന്ദ്രൻ ചേട്ടനായാലും ഒക്കെ തകർത്തിട്ടുണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. കാരണം ഇവരൊക്കെ പണ്ട് ഒരു പക്ക കോമഡി ക്യാരക്ടേഴ്സ് ചെയ്ത് സ്റ്റീരിയോടൈപ്പ് ചെയ്ത് മാറ്റപ്പെട്ടൊരു നടന്മാരാണ് ഇവരെല്ലാം. പക്ഷേ അവർ ഈ അടുത്ത് ചെയ്യുന്ന ക്യാരക്ടേഴ്സ്, എസ്പെഷ്യലി ഇന്ദ്രൻ ചേട്ടനൊക്കെ കേരള ക്രൈം ഫയൽസിലൊക്കെ ചെയ്യുന്ന ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ അമേസിങ്, ഒരു പറയാതിരിക്കാൻ പറ്റത്തില്ല. അതുപോലെ ജഗദീഷ് ചേട്ടനായാലും റീസെൻ്റായിട്ട് ചെയ്ത സിനിമകളിലുള്ള ക്യാരക്ടേഴ്സ് എല്ലാം അടിപൊളി. അതിലൊക്കെ വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ക്യാരക്ടറാണ് ഈ ഒരു സിനിമയിൽ ഇവർ രണ്ടുപേരും ചെയ്തിരിക്കുന്നത്. ഇന്ദ്രൻ ചേട്ടൻ്റെ ക്യാരക്ടറൊക്കെ വളരെ വളരെ മനോഹരമാണ്. അതിൻ്റെ അവസാനമൊക്കെ ആകുമ്പോഴേ അദ്ദേഹത്തിൻ്റെ മുന്നേയുള്ള ഇമോഷൻസിൻ്റെയൊക്കെ എന്തുകൊണ്ടാണ് അദ്ദേഹം അത്തരത്തിലുള്ള ഇമോഷൻസൊക്കെ ഇട്ടതെന്ന് നമുക്ക് മനസ്സിലാവുള്ളൂ. വളരെ മനോഹരമായിട്ട് എടുത്തിട്ടുണ്ട് സിനിമ. പിന്നെ ഇടയ്ക്ക് അത്യാവശ്യം കുറച്ച് ഒരു ലവ് ട്രാക്കും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. എന്നാലും ഒട്ടും ബോറടിക്കാതെ നമുക്ക് 2 മണിക്കൂർ സ്വസ്ഥമായിട്ട് ഫാമിലിയുടെ കൂടെ ഇരുന്ന് കാണാൻ പറ്റുന്ന ഒരു സിനിമയാണ് ഈ ഒരു ഫിലിം എന്ന് പറയുന്നത്. എന്തായാലും ഓവറോൾ പടം എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് കുടുംബത്തോടൊപ്പം ഇരുന്നിട്ട് ഒരു വീക്കെൻഡ് കുടുംബത്തോടൊപ്പം ഇരുന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ സൗകര്യത്തിന് ഇരുന്നിട്ട് നിങ്ങൾക്കൊരു എൻജോയ് ചെയ്ത് ഒരു സന്തോഷത്തോടെ എന്തെങ്കിലും കണ്ടിട്ട് നമുക്ക് കുറച്ച് സന്തോഷത്തോടെ കുറച്ചൊക്കെ ഒന്ന് ചിരിച്ചൊന്ന് സന്തോഷത്തോടെ എണീറ്റ് ഇരുന്ന് കാണാൻ പറ്റുന്ന ഒരു സിനിമ കാണണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നൊരു സിനിമയാണ് പരിവാർ എന്ന് പറയുന്നത്. അത് ആ പേരിൽ തന്നെ കറക്റ്റാണ് കേട്ടോ, പരിവാർ. വളരെ മനോഹരമായിട്ട് എടുത്തിട്ടുണ്ട്. അപ്പം മറ്റൊരു സിനിമയുടെ വിശേഷവുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ. അതുപോലെ ഈ സിനിമ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് നിങ്ങളും ഇത് കമൻറ്റായിട്ട് ഒന്ന് രേഖപ്പെടുത്തുക. നമ്മൾ വീഡിയോ ചെയ്യാനായിട്ട് ഒരുപാട് ടൈമും ഒരുപാട് എഫേർട്ടും കാര്യങ്ങളൊക്കെ വേണം. അത്തരത്തിലുള്ള വ്യൂസും കാര്യങ്ങളൊന്നും നമുക്ക് വീഡിയോയിൽ കിട്ടുന്നില്ല. അതുകൊണ്ട് തന്നെ മാക്സിമം നിങ്ങൾ ആൾക്കാരിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണമെന്നും കൂടെ അഭ്യർത്ഥിക്കുന്നു. അപ്പം നമുക്ക് മറ്റൊരു സിനിമയുടെ വിശേഷവുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.